ഹലോ, ശില്പേൻ്റെ കല്യാണം പാർട്ട് 2 നമുക്ക് കണ്ടാലോ. പാർട്ട് 1 കാണാത്തവർ പോയി കാണണേ. അങ്ങനെ അവൾ കല്യാണപ്പന്തൽ കയറിയിട്ടുണ്ട്. താലികെട്ടിതാ നടന്നുകൊടുക്കുന്നുണ്ടേ. താലികെട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോയിട്ടുണ്ടേ. അടിപൊളി സദ്യേനെ. ഇനി നമ്മളെല്ലാവരും കൂടി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നേ. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ മെയിൻ പ്രശ്നം ഇതാണ്, നമ്മൾ ജനിച്ച് ഇത്ര വർഷം താമസിച്ച വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പറിച്ചിടണ്ടേ. ചെറിയ വട്ടൊന്നല്ലേ ഇനി വേണ്ട, നിങ്ങളിപ്പോൾ ഇവർ പറഞ്ഞത് കേട്ടാ. എനിക്ക് വട്ടൊന്നുമില്ല, ഞാൻ നോർമലാണ്. പിന്നെ നമ്മൾ നേരെ കല്യാണ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. കല്യാണ ബസ്സിൽ ഞാനും അഞ്ചും അപർണയും മാത്രമാണുള്ളത്. ഓള് പറഞ്ഞ പോലെ കല്യാണ ബസ്സിലും ആരും എത്തിയില്ല ഗൈസ്, നമ്മൾ മാത്രമേ ഇപ്പോൾ ഉള്ളത്. എല്ലാവരും വന്ന ശേഷം ബസ് പോകലായേ. അങ്ങനെ നമ്മൾ കല്യാണ ചെക്കൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ടേ. എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ആദ്യം മൈബോസ് സിനിമയാണ് ഓർമ്മ വന്നിന്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഗൈസ്, എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വയലിൻ്റെ കരത്തിൽ കൂടെ നടന്നിട്ട് നമ്മളോളം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടേ. താലികെട്ട് നേരത്തെ കഴിഞ്ഞുകൊണ്ട് തന്നെ വേഗം ഫുഡ് കഴിച്ചിട്ട് അനക്കാണെങ്കിൽ വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കണ്ണ് കാണൂല എനിക്ക്. നമ്മളെ മംഗലപ്പെണ്ണ് റിസപ്ഷൻ്റെ ഡ്രസ്സെല്ലായിട്ട് സെറ്റ് ആയിട്ടുണ്ടേ. ഇപ്പം നിങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് പറയും എനിക്ക് പ്രാന്താന്നല്ലേ. അതെ ഗൈസ്, എനിക്ക് വിശപ്പ് മൂത്ത് പ്രാന്തായി. അങ്ങനെ ഇന്ത്യയിലെ നാഗവല്ലിയാട് ഉണർന്നു ഗൈസ്. ഫുഡ് കഴിക്കാനിരിക്കുന്നത് ഒരു 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ എന്നാലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകുന്നു. ഫുഡ് മുക്കിയ ശരിക്കും എനക്കെന്നാ പറ്റിയേ, എനക്കെന്നെ തിരിയുന്നില്ലപ്പാ. ഒരു പരസ്യമില്ലേ, വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാകും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.